എന്താണ് പോൺ സെക്സും റിയൽ സെക്സും തമ്മിലുള്ള വ്യത്യാസം? ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ സെക്സ് ലൈഫിനെ തന്നെ മാറ്റിമറിക്കും. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ പോൺ സെക്സും റിയൽ സെക്സും തമ്മിലുള്ള 10 പ്രധാന വ്യത്യാസങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കുക. കാരണം ഞാൻ ഇതിൽ പറയുന്ന 10 കാര്യങ്ങളും നിങ്ങൾക്ക് പോണിൽ നിന്നും സെക്സിനെ പറ്റി ലഭിച്ച അമിത പ്രതീക്ഷകളും തെറ്റിദ്ധാരണകളും ഒക്കെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ആ ഒരു ലൈംഗിക ബന്ധം മെച്ചപ്പെടുത്തുവാനും വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണല്ലേ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. ഈ ലൈംഗിക പ്രശ്നങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ബഹുഭൂരിഭാഗം പ്രശ്നങ്ങളും, അതായത് ഏകദേശം 80 മുതൽ 90% വരെയുള്ള പ്രശ്നങ്ങളും ഒരു ഡോക്ടറിൻ്റെ അടുക്ക പോയി മരുന്ന് കഴിച്ച് ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗമൊന്നുമല്ല. അത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമുക്ക് സെക്സിനെ പറ്റിയുള്ള അറിവില്ലായ്മയും അജ്ഞതയും നമ്മുടെ കൾച്ചറും മതവിശ്വാസങ്ങളും ഒക്കെ സെക്സിനെ പറ്റിയും ജെൻഡറിനെ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥകളുടെ സ്വാധീനത്തിൽ നിന്നുമാണ്. നിങ്ങളുടെ ലൈംഗികതയ്ക്ക് എങ്ങനെ നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തയായ മുൻ പോൺ സ്റ്റാറായ മിയ ഖലീഫ BBC നൽകിയ ഒരു അഭിമുഖത്തിൽ പോൺ സെക്സിന്റെ അപകടം, അതായത് പോൺ സെക്സ് ദമ്പതികളിൽ ഉണ്ടാക്കുന്ന അപകടത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി. The things that men see in videos they expect from the women in their lives, and that's just not reality. No one is going to be that perfect. No one is going to do those acts on a Wednesday night with the person they love. അവർ പറഞ്ഞത് ഇതായിരുന്നു: പോണോഗ്രഫിയിൽ കാണിക്കുന്ന ലൈംഗിക കേളികളെല്ലാം തന്നെ ഒട്ടുമിക്ക പുരുഷന്മാരും അവരുടെ പങ്കാളികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അതിന് യഥാർത്ഥ സെക്സ് ലൈഫുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുമായിരുന്നു. എന്താണ് ഈ പോൺ സെക്സും റിയൽ സെക്സും, അതായത് യഥാർത്ഥ സെക്സും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ? ഇതിൽ ഒന്നാമത്തേത് ദൈർഘ്യം അല്ലെങ്കിൽ ഡ്യൂറേഷൻ. പല പോൺ വീഡിയോകളിലും കാണിക്കുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ സെക്സ് എന്ന് പറയുന്നത് വെറും 5 മിനിറ്റിൽ കൂടുതൽ പലപ്പോഴും നീണ്ടു നിൽക്കാറില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സെക്സ് എന്ന് പറയുന്നത് 15-നും 20-നും മിനിറ്റിൽ ഇടയിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവൃത്തിയാണ്. കാരണം ഒരു സ്ത്രീക്കും 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒന്നും ഒരു രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. നമ്പർ 2, സ്ക്വിർട്ടിംഗ്. പല പോൺ വീഡിയോസിലും കാണിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്നത്. പുരുഷന്മാർ രതിമൂർച്ചയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശുക്ലത്തിൻ്റെ എക്സ്പൽഷൻ മാതിരി സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ പഠനങ്ങൾ പ്രകാരം ഈ ഒരു സ്ക്വിർട്ടിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം എല്ലാ സ്ത്രീകളിലും ഉണ്ടാകുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോൺ വീഡിയോകളിൽ കാണിക്കുന്ന മിക്ക സ്ക്വിർട്ടിങ്ങും ഫേക്കാണ്. പലപ്പോഴും ഈ സിറിഞ്ച് പോലെയുള്ള ബോട്ടിലിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ആവശ്യാനുസരണം ചീറ്റിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ സെക്സ് ചേർപ്പെടുമ്പോൾ തൊട്ടിക്കണക്കിന് വെള്ളം വരുമെന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്തു കളയുക. നമ്പർ 3, റിയൽ സെക്സ് ഈസ് മെസ്സി. ഈ പോൺ വീഡിയോയിൽ കാണിക്കുന്ന ഒട്ടുമിക്ക ലൈംഗിക കേളികളും വളരെയധികം ലൈറ്റിങ്ങിൻ്റെയും ക്യാമറ വർക്കിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും ഒക്കെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന പ്രവൃത്തിയാണ്. പല പുരുഷന്മാർക്കും സെക്സ് ചെയ്യുന്നതിനിടയിൽ ഉദ്ധാരണം നഷ്ടപ്പെട്ടു പോയേക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ കോണ്ടം ഇടാനുള്ള ഉദാഹരണം പോലും ഉണ്ടായെന്നും വരില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും നിങ്ങളൊരു പോൺ വീഡിയോയിൽ കാണാറില്ല. 4, പെനിട്രേഷൻ. ഒട്ടുമിക്ക പോൺ സിനിമകളിലും സ്ത്രീകൾ രതിമൂർച്ചയിലെത്തുന്നത് പെനിട്രേറ്റീവ് സെക്സിലൂടെയാണ് എന്നാണ് കാണിക്കുന്നത്, അതായത് ലിംഗം യോനിയിൽ പ്രവേശിപ്പിച്ച് ചെയ്യുന്ന സെക്സിലൂടെ. എന്നാൽ യഥാർത്ഥ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഈ പെനിട്രേറ്റീവ് സെക്സിലൂടെ രതിമൂർച്ചയിലെത്തുന്നത് വെറും 18% സ്ത്രീകളാണ്. അതായത് ഏകദേശം 80%-ഓളം സ്ത്രീകൾക്ക് പെനിട്രേറ്റീവ് സെക്സിലൂടെ മാത്രം രതിമൂർച്ചയിലെത്താൻ സാധിക്കുകയില്ല. അതിന് അവർക്ക് അവരുടെ ക്രിസരിയുടെ സ്റ്റിമുലേഷനും ഫോർപ്ലേയും ഒക്കെ ആവശ്യമാണ്. നമ്പർ 5, പീനിസ് സൈസ്. ഈ പോൺ സിനിമയിൽ കാണിക്കുന്ന ലിംഗങ്ങൾ ഒരു ശരാശരി പുരുഷൻ്റെ ലിംഗത്തെക്കാട്ടിലും നീളം കൂടിയവയാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എങ്കിൽ മാത്രമേ അത് ക്യാമറയ്ക്ക് മുമ്പിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനും പറ്റുകയുള്ളൂ. ഈ പോൺ കമ്പനികൾ അങ്ങനെയുള്ള പുരുഷന്മാരെ മാത്രമാണ് ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. നമ്മളാരും പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്യുന്ന നാട്ടുകാരെ കാണിക്കാനല്ലോ. ഒരു പോൺ സ്റ്റാറിൻ്റെ ലിംഗത്തിൻ്റെ ശരാശരി നീളം എന്ന് പറയുന്നത് 6 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയാണ്. ഒരു സാധാരണ മനുഷ്യൻ്റെ ലിംഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 5 ഇഞ്ച് മുതൽ 7 ഇഞ്ച് വരെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പോൺ സ്റ്റാറിൻ്റെ ലിംഗവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷൻ അടിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഒരു സ്ത്രീയെ ലൈംഗികമായിട്ട് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ലിംഗവലിപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ഇത്രയൊന്നും വലിപ്പത്തിൻ്റെ ആവശ്യമില്ല. എന്താണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ലിംഗവലിപ്പം എന്നതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാവുന്നതാണ്. നമ്പർ 6, വൾവ അല്ലെങ്കിൽ ലേബിയയുടെ സൈസ്. നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പോണോഗ്രഫിയിൽ കാണിക്കുന്ന പല സ്ത്രീകളുടെയും വൾവ പ്രദേശം എന്ന് പറയുന്നത് ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിക്കാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർജറി ചെയ്ത്, അതായത് ലേബിയ പ്ലാസ്റ്റി പോലെയുള്ള സർജറി ചെയ്ത് ഡിസൈൻ ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നതാണ്. എന്താണ് ഈ വൾവ?
പല സ്ത്രീകളും വജൈന എന്ന് തെറ്റായിട്ട് വിളിക്കുന്ന ആ ഒരു ശരീരഭാഗമാണ് വൾവ എന്ന് പറയുന്നത്. ഈ വജൈന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളിലാണ്, അത് പുറമേ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. ഒരു സാധാരണ സ്ത്രീയുടെ വൾവ പ്രദേശം എന്ന് പറയുന്നത് പല നിറത്തിലും സൈസിലും ഷേപ്പിലുമൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോൺ കാണുന്ന സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ ഈ ഒരു കമ്പാരിസൺ കഴിയുന്നത്ര ഒഴിവാക്കുകയാണ് വേണ്ടത്. നമ്പർ 7, തിങ്കിങ് അബൌട്ട് സെക്സ്. ഈ പോണോഗ്രഫിയിൽ അഭിനയിക്കുന്ന നടീനടന്മാർ സെക്സിൽ ഏർപ്പെടുന്നത് പ്രധാനമായിട്ടും പൈസയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലൈംഗിക പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ദമ്പതികൾ സെക്സിൽ ഏർപ്പെടുന്നത് പരസ്പര വിശ്വാസവും സ്നേഹവും ഒക്കെ ബന്ധവും ഒക്കെ ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്പർ 8, പെയിൻ കില്ലേഴ്സ് ആൻഡ് ഇഞ്ചക്ഷൻ. ഈ പോൺ കാണുന്ന പ്രേക്ഷകർക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സത്യം, പല മെയിൽ പോൺ സ്റ്റാർസും അവരുടെ ഉദ്ധാരണം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇഞ്ചക്ഷനും വയഗ്രയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പല ഫീമെയിൽ പോൺ സ്റ്റാർസും അവരുടെ ഈ ഒരു റഫ് സെക്സിൽ നിന്നും ഉണ്ടാകുന്ന, അതായത് വളരെ ശക്തമായും വിഗ്രസമായിട്ട് ചെയ്യുന്ന ആ ഒരു ലൈംഗിക പ്രവൃത്തിയിൽ നിന്നും ഉണ്ടാകുന്ന വേദന ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ അത് തരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പെയിൻ കില്ലറും മറ്റും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുന്നത് തന്നെ ഈ രതിമൂർച്ച എന്നുള്ളൊരു അനുഭൂതി ഉള്ളതുകൊണ്ടാണ് അല്ലേ? നിങ്ങൾ ആരെങ്കിലും പെയിൻ കില്ലർ കഴിച്ചിട്ട് സെക്സിൽ ഏർപ്പെടാൻ താല്പര്യം കാണിക്കുമോ? നമ്പർ 9, പോൺ സ്റ്റാർസ് ആർ പെർഫോമിംഗ്. ഈ പോൺ സിനിമകളിൽ കാണിക്കുന്ന എല്ലാ ലൈംഗിക കേളികളും ഒരു നിശ്ചിത ലക്ഷ്യത്തിന് അല്ലെങ്കിൽ ഉദ്ദേശത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളാണ്. അത് രതിമൂർച്ചയായാലും ഇജാക്കുലേഷൻ ആയാലും, അതായത് ശുക്ലത്തിൻ്റെ എക്സ്പൾഷൻ ആയാലും. പോൺ സിനിമകളിൽ ഇതിനെ മണി ഷോട്ട് എന്നാണ് പറയുന്നത്. പേര് പോലെ തന്നെ ഇത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന നടീനടന്മാർ സെക്സ് ആസ്വദിച്ചൊന്നുമല്ല ചെയ്യുന്നത്. സമ്മർദ്ദവും ടെൻഷനും ഒന്നുമില്ലാതെ സെക്സിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഏതൊരു ലൈംഗിക പ്രവൃത്തിയും ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ, ഈവൻ സ്വയംഭോഗം പോലും. നമ്പർ 10, പോൺ ട്രീറ്റ്സ് വിമൻ ആസ് ഒബ്ജക്ട്സ്. പല പോൺ സിനിമകളും സ്ത്രീകളെ ഒരു പുരുഷൻ്റെ ലൈംഗിക ആസ്വാദന വസ്തുക്കളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് താല്പര്യമുള്ള ഇൻറ്റിമസി കൂട്ടാൻ സഹായിക്കുന്ന ഫോർപ്ലേ മാതിരിയുള്ള ലൈംഗിക പ്രവൃത്തികളൊന്നും തന്നെ മിക്ക പോൺ സിനിമകളിലും കാണിക്കാറില്ല. യഥാർത്ഥ ജീവിതത്തിലെ ലൈംഗിക ബന്ധത്തിൽ രണ്ട് പങ്കാളികളുടെയും ലൈംഗിക സംതൃപ്തിക്ക് തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. അത് ഉണ്ടായില്ല എങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ബന്ധം നാളെ തകരാറിലായേക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് നിങ്ങളോട് ഇന്ന് പോൺ സെക്സും റിയൽ സെക്സും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി സംസാരിക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ വിഷയമുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് സംഗീത് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫോർ വിവോക്സ്. ജസ്റ്റ് സെക്സ്, നോ ഷെയിം.